UDF വർഗീയ മുന്നണിയായി മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്തും CPM-നെ സഹായിച്ചിട്ടില്ല. LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചെന്ന് പറയുന്ന അഖില ഭാരത ഹിന്ദു മഹാസഭ ആരുടേതാണെന്ന് തനിക്കറിയില്ല. ആരും തന്നെ വന്നു കണ്ടിട്ടില്ല. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് CPM-ഉമായിട്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള കൊണ്ടുപോകും. പിന്നെ എന്തോ ആരോ പറഞ്ഞിട്ട് ഒരു ഹിന്ദു മുന്നണിയായിട്ട് ഇവിടെ പോലുണ്ട്. അത് നിങ്ങൾ ചോദിക്കായിരുന്നേ, അത് ആരാന്ന് പറഞ്ഞാൽ മതി. ആരാന്ന് എനിക്കറിയില്ല. അവരോട് ചോദിക്കും ആരാന്ന്. എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല, എന്നെ കാണാൻ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആർക്കറിയില്ല, എനിക്കറിയില്ല. ഏത് സമയം അറിയില്ല. ഞാൻ പിന്തുണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരാന്ന് അറിയാണ്ട് പിന്നെ പിന്തുണ വേണ്ട പറഞ്ഞാൽ സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെത്തിയാണ് മുൻപ് ജമാഅത്തുമായി CPM ഉണ്ടാക്കിയ ബാന്ധവങ്ങളുടെ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നത്. ഒപ്പം ഈ ഹിന്ദു മഹാസഭയുടെ പിന്തുണയുടെ കാര്യവും ആരോപണവുമായി സതീശൻ ഉന്നയിക്കുന്നത് കണ്ടിരുന്നു. എന്താണ് ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണവും മറുപടിയും അതിന്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് അദ്ദേഹം മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്നതിനിടയിലാണ് ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഏതെങ്കിലും തരത്തിലൊരു സഖ്യം CPM ഉണ്ടാക്കിയിട്ടില്ല എന്ന് രാഷ്ട്രീയ മറുപടിയാണ് VD സതീശന് MV ഗോവിന്ദൻ നൽകുന്നത്. എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുകൂടിക്കൊണ്ട് ഒരു വർഗീയ മുന്നണിയായി UDF മാറി എന്ന ഗുരുതര ആരോപണം കൂടി MV ഗോവിന്ദൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനമാണ് UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ലീഗിന്റെ മാസ്റ്റർ ഹെഡായി ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കുറച്ചു പേരാണ് അവർക്കുള്ളത്. പക്ഷേ എന്നിട്ടും ലീഗിന്റെ മാസ്റ്റർ ഹെഡായി അവർ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണെന്ന രാഷ്ട്രീയ ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്തായാലും ഇപ്പോൾ ജമാഅത്തെ വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടിയത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. UDF-ന്റെ ഈ തീരുമാനത്തിനെതിരെ വലിയ വിമർശനം MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിമർശനം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ.